മലയാള സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഏറെ ഹിറ്റായി മാറിയ സാന്ത്വനം എന്ന സീരിയലിൽ അഭിനയിച്ചതിനു ശേഷം ജനസ്വീകാര്യത നേടിയവരിൽ പ്രധാനിയാണ് സിനിമാ സീരിയൽ താരം രക്ഷാരാജ്. താൻ തന്റെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല എന്നും ബ്രേക്ക് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഭർത്താവിനെ താൻ കാണാറുള്ളതെന്നും പറയുകയാണ് രക്ഷാരാജ്. ഇപ്പോൾ സാന്ത്വനം എന്ന സീരിയലിൽ അപർണ എന്ന അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അടുത്തിടെയായി സംപ്രേഷണം ആരംഭിച്ചിട്ടുള്ള ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലെ നായിക കൂടിയാണ്. യുവാകൃഷ്ണയാണ് ഈ സീരിയലിൽ നായകനായി എത്തുന്നത്. അപ്പുവിനെ പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജാനകിയും മലയാളം സീരിയൽ പ്രേക്ഷകരുടെ ജനശ്രദ്ധ നേടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ രക്ഷാരാജ് തന്റെ പുതിയ സീരിയൽ വിശേഷങ്ങളും തന്റെ ദാമ്പത്യ ജീവിതത്തിലെ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പങ്കിടുകയാണ്. ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലെ തന്റെ കഥാപാത്രമായ ജാനകിയെക്കുറിച്ചാണ് രക്ഷയുടെ അഭിമുഖത്തിലൂടെ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. സാന്ത്വനം എന്ന സീരിയലിൽ അവതരിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് താൻ ഇപ്പോൾ ചെയ്യുന്നതെന്നും രക്ഷ പറയുന്നുണ്ട്. ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്നാണ് രക്ഷ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ ആഗ്രഹിച്ചതുപോലെ ഒരു കഥാപാത്രം തനിക്ക് ലഭിക്കുകയായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സാന്ത്വനത്തിലെ അപ്പുവിന്റെ ചില സ്വഭാവങ്ങളൊക്കെ തനിക്കുണ്ട്. അപ്പുവിനെ പോലെ തന്നെ കുറച്ച് കുസൃതിയും പിണക്കവും ഒക്കെ തനിക്കുമുണ്ട്. അതുപോലെ തന്നെ ജാനകിയുടെ ചില സ്വഭാവങ്ങളും തനിക്കുണ്ടെന്നും അപ്പുവിന്റെയും ജാനകിയുടെയും മിക്സ് ആണ് തന്റെ യഥാർത്ഥ സ്വഭാവമെന്ന് വേണമെങ്കിൽ പറയാമെന്നും രക്ഷ പറയുന്നുണ്ട്. പിന്നീട് അഭിനയത്തിൽ തുടരുവാൻ ഭർത്താവ് തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത്. 2 വർഷം മുൻപായിരുന്നു രക്ഷാരാജിന്റെ വിവാഹം കഴിഞ്ഞത്. രക്ഷയുടെ സേവ് ദ ഡേറ്റ് മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവെക്കുകയും ഇതെല്ലാം ആരാധകർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. താൻ തന്നെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല എന്നും ബ്രേക്ക് സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിനെ കാണാറുള്ളതെന്നുമാണ് രക്ഷ പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ഷൂട്ടിന് കയറിയ ഒരാളാണ് താനെന്നാണ് രക്ഷ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹണിമൂണൊന്നും പോകുവാൻ തനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നും രക്ഷ പറയുന്നുണ്ട്. ആദ്യത്തെ വിവാഹ വാർഷികത്തിന്റെ സമയത്താണ് ഹണിമൂൺ എന്ന പേരിൽ തങ്ങൾ മാൽദീവ്സിൽ യാത്ര പോകുന്നതെന്നും രക്ഷ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ വർക്കുള്ളതിനാൽ സമയമില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം മനസ്സിലാക്കുമെന്നും അതുകൊണ്ട് തന്നെ താൻ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ അദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല എന്നുമാണ് രക്ഷ തന്റെ ഭർത്താവിനെ പറ്റി പറയുന്നത്. നീ എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ മാത്രം തന്നെ വിളിച്ചാൽ മതിയെന്നാണ് അദ്ദേഹം തന്നോട് പറയാറുള്ളതെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം, ടെൻഷനൊന്നും തരാറില്ല എന്നും തന്റെ വർക്കിനെ നന്നായി ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുമാണ് രക്ഷ ഭർത്താവിനെ പറ്റി പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലല്ല താൻ ഇരിക്കുന്നതെന്നുമാണ് തന്റെ വിവാഹ ജീവിതത്തെ പറ്റി ഓർത്തുകൊണ്ട് രക്ഷ പറയുന്നത്. അതേസമയം IT മേഖലയിൽ ജോലി ചെയ്യുന്ന അർക്കജാണ് രക്ഷാരാജിനെ വിവാഹം ചെയ്തിരിക്കുന്നത്. മോഡലിംഗിലൂടെയാണ് രക്ഷ അഭിനയ രംഗത്തേക്ക് വരുന്നത്. കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു രക്ഷാരാജ് അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിരിത്തൊപ്പുകൾ എന്ന മലയാളം സീരിയൽ ചെയ്തുകൊണ്ട് സീരിയൽ രംഗത്തേക്കും നടിയെത്തുകയായിരുന്നു. മലയാളം ടെലിവിഷൻ സീരിയലുകൾ കാണുന്ന കുടുംബ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് സാന്ത്വനം സീരിയൽ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഈ ഒരു സീരിയലിന് യുവാക്കൾക്കിടയിൽ പോലും വലിയ ജനപ്രീതിയാണ് ഉണ്ടായിരുന്നത്. സാന്ത്വനം സീരിയലിന് മൊത്തത്തിലും ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകമായും ഒരു ഫാൻ ബേസ് തന്നെ ഇപ്പോഴുമുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്ന, അതല്ല എങ്കിൽ നമ്മുടെയൊക്കെ തന്നെ സ്വന്തം വീടിന്റെ അന്തരീക്ഷമുള്ള ഒരു കൂട്ടുകുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ഒരു പരമ്പര കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അവസാനിപ്പിച്ചത്. അത്രയേറെ സ്വീകാര്യത ലഭിച്ച ഈ ഒരു സീരിയലായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജനപ്രിയ പരമ്പര അവസാനിച്ചിട്ടും ആരാധകർ ഇപ്പോഴും സാന്ത്വനം താരങ്ങളെ അതേ കഥാപാത്രങ്ങളായി തന്നെയാണ് സ്നേഹിക്കാറുള്ളത്. താരങ്ങളെല്ലാം തന്നെ മറ്റു പല പുതിയ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ആരാധകർ താരങ്ങളെ കാണുമ്പോൾ അടുത്തുകൂടുന്നത് സാന്ത്വനം സീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനും സ്നേഹം അറിയിക്കാനും ഒക്കെയാണ്. സാധാരണയായിട്ടുള്ള സീരിയലുകളിൽ നിന്നും വേറിട്ടൊരു ചിത്രീകരണമായിരുന്നു സാന്ത്വനം പരമ്പരയുടെ മികവിന്റെ മറ്റൊരു കാരണമായി പ്രേക്ഷകർ ഏവരും ഒന്നുപോലെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്നേഹവും സംഘർഷങ്ങളും നാടകീയമായി അവതരിപ്പിക്കുന്ന പരമ്പരയാണ് ജാനകിയുടെയും അഭിയുടെയും വീട്. പഴയൊരു ഹിറ്റ് ഹിന്ദി സീരിയലിന്റെ മലയാളം റീമേക്ക് കൂടിയാണ് ജാനകിയുടെയും അഭിയുടെയും വീട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.